അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ചിക്കൻ സ്റ്റൂ ആണ്. നെയ്ച്ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണിത്. ഇത് ഞങ്ങളുടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ കറിയാണ്. സ്റ്റൂ ഉണ്ടാക്കുന്നതിനായി ആദ്യം ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ വെന്തയം ഇട്ട് കൊടുക്കാം. വെന്തയം ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 5 വലിയുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. വലിയുള്ളി ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 15 പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കാം. ഇതും കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളകെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 തക്കാളി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. തക്കാളി ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മസാലയെല്ലാം നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒരു കോഴിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഈ ചിക്കൻ എല്ലാം ഈ മസാലയിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. മൂന്ന് ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചിക്കൻ വേകുന്ന സമയം കൊണ്ട് തന്നെ അതിനാവശ്യമായ തേങ്ങാപ്പാലും തേങ്ങ അരച്ചെടുക്കുകയും ചെയ്യാം. അതിനായി 1.5 തേങ്ങയുടെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അരമുറി തേങ്ങയും 2 ടേബിൾ സ്പൂൺ കസുകസും 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് നന്നായി അരച്ചെടുത്തതാണിത്.
ഇപ്പോൾ ചിക്കൻ എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പകുതി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പാലും തേങ്ങ അരച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറി ചെറുതായി ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ഇപ്പോൾ ഇസ്റ്റ് നന്നായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കറി ഒന്ന് താളിച്ചെടുക്കാം. അതിനായി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 3 ചെറിയുള്ളി അരിഞ്ഞതിട്ട് മൂപ്പിച്ചെടുക്കാം. ഉള്ളി നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി താളിച്ചത് സ്റ്റൂവിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റിയായ ഇസ്റ്റു ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാവും.